ഏതായാലും ജെ പി നദ്ദ പങ്കെടുക്കുന്ന ബി.ജെ.പി. സംസ്ഥാന നേതൃയോഗത്തിൽ തമ്മിലടി രൂക്ഷമായേക്കുമെന്നാണ് രാജ്കുമാർ കൊല്ലത്ത് റിപ്പോർട്ട് ചെയ്യുന്നത്. രാജീവ് ചന്ദ്രശേഖരന് അടിസ്ഥാന ജനവിഭാഗങ്ങളെ കൂടെ നിലനിർത്താനാകുന്നില്ല എന്നാണ് പൊതുവെ ബി.ജെ.പി. നേതാക്കൾക്കിടയിൽ തന്നെയുള്ള ഒരു വിലയിരുത്തലായി പുറത്തേക്ക് വരുന്നത്. ജനസ്വാധീനമില്ലാത്ത നേതാക്കൾക്ക് വേണ്ടിയാണ് രാജീവിന്റെ പ്രവർത്തനമെന്നും NSS, SNDP സംഘടനകളെ ചേർത്ത് പിടിക്കാൻ രാജീവിനാകുന്നില്ല എന്നും വിമർശനമുയരുന്നുണ്ട്. അതിനിടയ്ക്കാണ് ഇപ്പോൾ ഇതാ തിരുമല അനിലിന്റെ ആത്മഹത്യയും എയിംസ് വിഷയത്തിലെ ഭിന്നതയും ചർച്ചയാകുന്നത്. PV കുട്ടൻ കൂടി ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. കുട്ടൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. നമുക്ക് വാർത്തയിലേക്ക് വന്നാൽ കൊല്ലത്ത് എന്ന നിർണായകമായ സംസ്ഥാന സമിതി യോഗം BJP-യുടേത് നടക്കാനിരിക്കുകയാണ്. ആദ്യ ഭാരവാഹി യോഗം. വലിയ പ്രശ്നങ്ങൾ BJP-ക്ക് മുൻപിൽ ഇപ്പോൾ തന്നെയുണ്ട്. ഏറ്റവും പ്രധാനം തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അവർക്കിടയിലുള്ള ഭിന്നത. നേതാക്കൾക്ക് ഒരിക്കൽ പോലും ഒരു ഏകീകൃതമായ അഭിപ്രായത്തിലേക്ക് എത്താൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. തിരുമല അനിലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട മറ്റൊന്നാണ് സംസ്ഥാന അധ്യക്ഷൻ BJP നേതാക്കൾക്കിടയിൽ മാത്രമല്ല അടിത്തട്ടിലെ സാധാരണ പ്രവർത്തകർക്കിടയിൽ പോലും രാജീവ് ചന്ദ്രശേഖരന് വലിയ സ്വാധീനമില്ല. അവരുടെ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയുന്നില്ല എന്ന തരത്തിൽ മാധ്യമപ്രവർത്തകരോടുള്ള ആക്രോശം, മാധ്യമപ്രവർത്തകരോടുള്ള ഇടപെടൽ, മറ്റു സാമുദായിക സംഘടനയുമായി ഉള്ള സമീപനങ്ങളൊക്കെ വലിയ രീതിയിൽ വിമർശിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ഇന്നത്തെ സംസ്ഥാന സമിതി യോഗത്തിൽ ചർച്ചയാകാൻ പോകുന്നത്? ഒപ്പം രാജീവ് ചന്ദ്രശേഖരനെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും തമ്മിൽ ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും എടുക്കാൻ പോകുക? വിനിഷ, രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന പ്രസിഡന്റാക്കിയതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ ഭാരവാഹി യോഗമാണ് ഇന്ന്. ആദ്യത്തെ ഭാരവാഹി യോഗത്തിനകത്താണ് JP നദ്ദ പങ്കെടുക്കുന്ന ആദ്യത്തെ ഭാരവാഹി യോഗമാണ്. അദ്ദേഹം അതിനുശേഷം രാജീവ് പ്രസിഡന്റായി വന്നതിന് ശേഷം കേരളത്തിലെ യോഗങ്ങളൊന്നും JP നദ്ദ പങ്കെടുത്തിട്ടില്ല. എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ ഇലക്ഷൻ വരുന്നു. അതിൻ്റെയൊക്കെ തന്ത്രപരമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ യോഗമെങ്കിലും വളരെ കലുഷിതമാകുന്ന ചർച്ചകൾ ഈ യോഗത്തിനകത്ത് ഉണ്ടാകും. ആഭ്യന്തര പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് നിരവധി വിഷയങ്ങൾ ഉയർന്നു വന്നേക്കും എന്നുള്ള സൂചനകളാണ് നമുക്കിപ്പോൾ BJP വൃത്തങ്ങൾ നൽകുന്നത്. രാജീവിന് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേന്ദ്ര നേതൃത്വം കേരളത്തിൻ്റെ പ്രസിഡന്റാക്കി കൊണ്ടുവരുന്നത്. കേരളത്തിൻ്റെ ഒരു സംസ്കാരത്തിന് ഇതുവരെ യോജിക്കാത്ത തരത്തിലുള്ളൊരു രാഷ്ട്രീയ നീക്കമായിരുന്നു അത്. BJP-യുടെ ഒരുപാട് പ്രവർത്തകരും നേതാക്കളുമൊക്കെ വർഷങ്ങളായി ഇവിടെ താഴെത്തട്ട് മുതൽ പ്രവർത്തിച്ചുകൊണ്ട് സ്വാഭാവികമായും വളർന്നു വന്ന ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. അവരൊക്കെ തടഞ്ഞുകൊണ്ടാണ് ബിസിനസ് മാനായ രാജീവിനെ കേരളത്തിൻ്റെ അധ്യക്ഷനായി കൊണ്ടുവരുന്നത്. വലിയ പ്രതീക്ഷ കേന്ദ്ര നേതൃത്വത്തിനുണ്ടായിരുന്നു. യുവാക്കളെയും അടിസ്ഥാന ജനവിഭാഗങ്ങളെയും SNDP, NSS പോലുള്ള സംഘടനകളൊക്കെ കൂടെ നിർത്താൻ രാജീവിന് സാധിക്കുമെന്നുള്ളൊരു ധാരണ കേന്ദ്ര നേതൃത്വത്തിനുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ചില വിവരങ്ങളാണ് രാജീവ് കേന്ദ്ര നേതൃത്വത്തെ ബോധിപ്പിച്ചിരുന്നത്. പക്ഷേ ഈ 6 മാസങ്ങൾ വളരെ ദയനീയമാണ് കേരളത്തിലെ BJP-യുടെ സ്ഥിതി എന്നുള്ളതാണ് പൊതുവിൽ കേന്ദ്ര നേതൃത്വത്തിനുൾപ്പെടെ ഇപ്പോൾ ഉണ്ടാകുന്നൊരു വിലയിരുത്തൽ. ഏറ്റവും പ്രധാനപ്പെട്ടത് SNDP, NSS ഉൾപ്പെടെയുള്ള സംഘടനകൾ BJP-യിൽ നിന്ന് പൂർണ്ണമായും അകലുന്നു. അവരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി രാജീവ് ചന്ദ്രശേഖരന് സാധിക്കുന്നില്ല എന്നുള്ളൊരു വലിയ വിമർശനമുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തഴയുകയാണെന്നുള്ള വിമർശനങ്ങൾ. MT രമേശിനും ശോഭാ സുരേന്ദ്രനും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്കൊന്നും സംഘടനാപരമായി വലിയ ചുമതലകൾ കൊടുക്കാതെ, അതായത് MT രമേശൊക്കെ യുവമോർച്ചയുടെ സംസ്ഥാന ഭാരവാഹിയായി ദീർഘകാലം പ്രവർത്തിച്ച നേതാവായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പോലും സംഘടനാ ചുമതല വരുമ്പോൾ മഹിളാ മോർച്ചയുടെ ഒരു ചാർജ് മാത്രം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ ഒതുക്കുന്നു. ശോഭ കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷമാണ് കോർ കമ്മിറ്റിയിലേക്കും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഭാരവാഹിത്വത്തിലൊക്കെ തിരിച്ചു വന്നതെങ്കിലും ശോഭാ സുരേന്ദ്രൻ നൽകിയിരിക്കുന്ന ST മോർച്ചയുടെ താരതമ്യേന വളരെ അപ്രസക്തമായ ഒരു പോഷക സംഘടനയുടെ ചാർജ് മാത്രമാണ് ശോഭാ സുരേന്ദ്രൻ നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റിയുടെ കൺവീനർ എന്ന സ്ഥാനം MT രമേശിനായിരുന്നു ആദ്യം നൽകിയിരുന്നത്. പക്ഷേ കഴിഞ്ഞ ദിവസം ആ സ്ഥാനം MT രമേശിൽ നിന്ന് തെറിച്ചു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. പകരം രാജീവിൻ്റെ ഏറ്റവും വിശ്വസ്തനായ S സുരേഷിന് ആ ചുമതല നൽകിയിരിക്കുന്നു. സുരേഷിനെയും അനൂപ് ആന്റണിയുമാണ് ഏറ്റവും കൂടുതൽ രാജീവ് ചന്ദ്രശേഖർ പ്രൊമോട്ട് ചെയ്യുന്നത്. സംഘടനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, അതായത് സംഘടനയുടെ ചാർജ്, അതോടൊപ്പം തന്നെ ഓഫീസിൻ്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന ചുമതലകളൊക്കെ S സുരേഷ് നൽകുന്നു. സുരേഷിൻ്റെ ഒരു രാഷ്ട്രീയ പാരമ്പര്യം എന്നുള്ളത് തിരുവനന്തപുരം ജില്ലയിൽ മാത്രം കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഒരു BJP-യുടെ ഒരു നേതാവാണ്. അനൂപ് ആന്റണി കഴിഞ്ഞ ദിവസങ്ങളിൽ മാത്രം BJP-യുടെ ഭാരവാഹിത്വത്തിലേക്ക് വന്ന അനൂപിനാവട്ടെ അവിടെയുള്ള ചുമതല എന്ന് പറയുന്നത് യുവമോർച്ചയുടെ ചുമതലയുണ്ട്. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള ചാർജ്, തിരുവനന്തപുരം മേഖലയുടെ ചാർജ്, അത്രയും വിശാലമായ ഒരു ചാർജുകളാണ് അനൂപ് ആന്റണിക്ക് നൽകിയിരിക്കുന്നത്. ഇത്തരത്തിൽ 2 പേരെ രാജീവ് ചന്ദ്രശേഖർ അമിതമായി പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ള പരാതിയുണ്ട്.
ആ പരാതി ഉൾപ്പെടെ ഇന്നത്തെ യോഗത്തിൽ ചിലപ്പോൾ ചർച്ചയാകും. ജെ പി നഡ്ഡ വരുന്നതുകൊണ്ട് തന്നെ ഇതൊക്കെ പറയാൻ ധൈര്യപ്പെടുന്നവരുണ്ടോ എന്നുള്ളൊരു സംശയമുണ്ട്. കാരണം കെ സുരേന്ദ്രനൊക്കെയാണ് പറയേണ്ടത്. പക്ഷേ അദ്ദേഹം ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നില്ല. കെ സുരേന്ദ്രൻ അദ്ദേഹം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ട് പാർട്ടി പ്രവർത്തനങ്ങളിൽ നിന്നും അവധിയിലാണ്. ഒരു 2 ആഴ്ച കൂടി അദ്ദേഹത്തിന് വിശ്രമം വേണമെന്നാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അതോടൊപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തിരുവനന്തപുരത്തെ കൗൺസിലർ തിരുമല അനിലിൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ, വിവാദങ്ങളൊക്കെ BJPക്ക് വലിയ രീതിയിലുള്ള പോറലേൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അതോടൊപ്പം തന്നെ എയിംസ് വിഷയത്തിനകത്ത് സുരേഷ് ഗോപി ഒരു തട്ടിൽ, കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഒരു തട്ടിലും വി മുരളീധരനും MT രമേശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ മറു തട്ടിലുമായി പരസ്യമായ പോർവിളികൾ, പരസ്യമായ പ്രതികരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ വലിയ രീതിയിൽ കേരള BJPയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് പൊതുവിലയിരുത്തൽ. ഏതായാലും യോഗത്തിൽ ഈ കാര്യങ്ങൾ ഉയർത്തുമോ എന്നറിയില്ല. എങ്കിൽ പോലും കേന്ദ്ര നേതൃത്വത്തിന് JP നഡ്ഡയെ തന്നെ വ്യക്തിപരമായി കണ്ടുൾപ്പെടെ ഈ കാര്യങ്ങൾ അറിയിക്കാൻ ഒരു വിഭാഗം ഏതായാലും തീരുമാനിച്ചിട്ടുണ്ട്. വിനിഷ, BJPയുടെ കേന്ദ്രമന്ത്രിക്കെതിരെയുള്ള അസ്വാരസ്യങ്ങളുമുണ്ടല്ലോ കുട്ടൻ. സുരേഷ് ഗോപിക്കെതിരെ സമൂഹത്തിൽ തന്നെ ഉയരുന്ന റീസെൻ്റായി നടന്ന പല വിഷയത്തിലും കലുങ്ക് ചർച്ചകളെല്ലാം വലിയ രീതിയിലുള്ള വിവാദങ്ങളായതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ സുരേഷ് ഗോപിക്കെതിരെയുള്ള അസ്വാരസ്യങ്ങൾ ഈ സംസ്ഥാന സമിതി യോഗത്തിലേക്ക് ഒരു ചർച്ചയുടെ അജണ്ടയാകാനുള്ളൊരു സാധ്യത? വിൻഷയ്, ജനകീയ പ്രശ്നങ്ങൾ ഇടപെട്ടുകൊണ്ട് ജനങ്ങൾക്കിടയിൽ നിന്നും വളർന്നു വരുന്ന നേതാക്കൾക്ക് മാത്രമാണ് കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ തിളങ്ങാൻ വേണ്ടി പറ്റുക എന്നുള്ളത് നമുക്കെല്ലാം വളരെ കൃത്യമായി അറിയുന്നതാണ്. ഉത്തരേന്ത്യൻ സംസ്കാരങ്ങൾ പോലെ നൂലിൽ കെട്ടി ഇറക്കുന്ന നേതാക്കൾ എത്രത്തോളം ഇവിടെ വിജയിക്കുന്നുണ്ട് എന്നുള്ളത് BJPയെ സംബന്ധിച്ച് തന്നെ കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായതിനു ശേഷം അദ്ദേഹം തൃശ്ശൂരിൻ്റെ പല ഭാഗത്തും കലുങ്ക് ചർച്ചകൾ എന്നൊക്കെ പേരിൽ നടത്തുന്ന ഈ ചർച്ച BJPക്ക് വലിയ ദോഷമുണ്ടാക്കുന്നു, അവമതിപ്പുണ്ടാക്കുന്നു പൊതുസമൂഹത്തിൽ എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ, സാധാരണ ജനങ്ങളോടൊക്കെയുള്ള ഇടപെടലുകളൊക്കെ വളരെ ലൈവായി കേരളം കണ്ടതാണ്. മാധ്യമപ്രവർത്തകരുടെ ഇടപെടൽ, അത് രാജീവ് ചന്ദ്രശേഖരും സുരേഷ് ഗോപിയും ഒക്കെ ഏതാണ്ട് ഒരേ ലൈനിൽ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. പക്ഷേ രാജീവും സുരേഷ് ഗോപിയും തമ്മിലും കടുത്ത ഭിന്നതയുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. രാജീവ് ചന്ദ്രശേഖരനെ പ്രതിരോധത്തിലാക്കുന്നതിന് വേണ്ടിയാണ് പാർട്ടിയുടെ നിർദ്ദേശങ്ങളൊന്നുമില്ലാതെ ഈ കലുങ്ക് ചർച്ച എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കേരളത്തിന് പരിചിതമല്ലാത്ത ഒരു രാഷ്ട്രീയ സംസ്കാരം സുരേഷ് ഗോപി കൊണ്ടുവരുന്നത്. അതുപോലെ തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരും ജനങ്ങളോട് ഇടപെടുന്നതും മാധ്യമപ്രവർത്തകരോട് ഇടപെടുന്നതൊക്കെ അധികാരമൊക്കെ കേരളത്തിലെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതൊക്കെ ഈ പൊതുസമൂഹത്തിന് മുന്നിൽ ഈ ഭിന്നതകളൊക്കെ മറന്നേക്ക് പുറത്തു വരുന്നൊരു സാഹചര്യമുണ്ട്. അതേ ഘട്ടത്തിൽ തന്നെയാണ് എയിംസുമായി ബന്ധപ്പെട്ട അനാവശ്യമായൊരു വിവാദമാണ് സുരേഷ് ഗോപി ഉയർത്തത് എന്നുള്ളതാണ് BJP നേതാക്കളുടെ ആരോപണം. കാരണം കേരളത്തിലേക്ക് എയിംസ് ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ എത്രയോ നാളുകളായി കോഴിക്കോട്ടെ കിനാരൂരിലൊക്കെ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ എല്ലാ പ്രവർത്തനങ്ങളും നടത്തി വരികയാണ്. പക്ഷേ ഇതുവരെയായും എയിംസ് അനുവദിക്കുന്നതിന് വേണ്ടി കേന്ദ്രം തയ്യാറായിട്ടില്ല. ആ ഘട്ടത്തിലാണ് വെറുതെ ഒരു ആവശ്യവുമില്ലാതെ ഈ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ അനാവശ്യമായ ഇത്തരം വിവാദങ്ങൾ സുരേഷ് ഗോപി ഉണ്ടാക്കിയത് എന്നുള്ളതാണ് ഒരു വിഭാഗത്തിൻ്റെ വിലയിരുത്തൽ. വിനിഷ, ശരി, ഏതായാലും ഇന്ന് സംസ്ഥാന സമിതി യോഗം രാജീവ് ചന്ദ്രശേഖർ സംസ്ഥാന അധ്യക്ഷനായി ഏറ്റെടുത്ത ശേഷം BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ പങ്കെടുക്കുന്ന സംസ്ഥാന സമിതി യോഗം എന്ന പ്രത്യേകത കൂടെയുണ്ട്. അപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഏത് രീതിയിലായിരിക്കും JP നദ്ദയുടെ അധ്യക്ഷതയിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക എന്നുള്ളത് വലിയ ചോദ്യമാണ്. ഉണ്ടായിരിക്കുന്ന വിമർശനങ്ങളൊക്കെ പരസ്പരം പറയാൻ തയ്യാറാകുമോ BJP നേതാക്കൾ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉറ്റുനോക്കുന്നത്.